ഹായ്, എല്ലാവർക്കും സൈലന്റ് പി എസ് സിയുടെ യൂട്യൂബ് കറണ്ട് അഫയർ സെക്ഷനിലോട്ട് സ്വാഗതം. നമുക്കിന്ന് എന്ത് ചെയ്യാം? കേരള സർക്കാർ പത്മ പുരസ്കാര മാതൃകയിൽ നൽകുന്ന കേരള പുരസ്കാരങ്ങൾ 2024 പ്രഖ്യാപിച്ചല്ലേ. 2024 നവംബർ മാസം 1-ാം തീയതിയാണ് കേരള പുരസ്കാരങ്ങൾ കേരള സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചിട്ടുള്ളതും കൂടിയാണ് 3 മേഖലയിലാണ് കൊടുക്കുന്നത് അല്ലെ. കേരള ജ്യോതി പുരസ്കാരമുണ്ട്, കേരള പ്രഭാ പുരസ്കാരമുണ്ട്, കേരള ശ്രീ പുരസ്കാരമുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം? 2024 കേരള പുരസ്കാരം ഒപ്പം ചെസ്സുമായി റിലേറ്റ് ചെയ്ത് ചെസ് ഒളിമ്പ്യാഡും കഴിഞ്ഞായിരുന്നു. പിന്നെ പോരാഞ്ഞിട്ട് ഇപ്പൊ ചെസ് ചാമ്പ്യൻഷിപ്പ് കൂടി നടക്കുകയാണ്. അതുമായി നമുക്ക് 1-2 കാര്യങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് നോക്കിയിട്ട് പോകാം. ഇനി വരുന്ന എക്സാമിനൊക്കെ PSC നമ്മളോട് എന്ത് ചെയ്യാം ചോദിക്കാവുന്നത് കൂടിയാണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് മെല്ലെ പ്രവേശിക്കാം അല്ലെ. നമുക്ക് 2024 കേരള പുരസ്കാരങ്ങളാണ്. ഒന്ന് ഓർക്കുക, കേരള പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നത് നവംബർ മാസം 1-ാം തീയതിയാണ്. കേരള പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നു. 2024 കേരള പുരസ്കാരങ്ങളിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് കേരള ജ്യോതി പുരസ്കാരമാണ് അല്ലെ. കേരള ജ്യോതി പുരസ്കാരം 2024 കേരള ജ്യോതി പുരസ്കാരം ആർക്ക് ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ സാഹിത്യകാരനായിരിക്കുന്ന MK സാനുവിനാണ് കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ആർക്കാണ്? MK സാനുവിനാണ് കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും MK സാനു എന്ന് പറഞ്ഞ സാഹിത്യകാരന് കേരള ജ്യോതി പുരസ്കാരം നൽകിയതുകൊണ്ട് PSC ഉറപ്പായിട്ട് നമ്മൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത് എന്ത് ചെയ്യാം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്കൊരു 3 പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു 3 പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ത് ചെയ്യാം ഒന്ന് നോക്കിയിട്ട് പോകാം. അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 1985 ലഭിച്ച കൃതി ചോദിക്കുകയാണെങ്കിൽ അവതാരണം എന്ന് പറഞ്ഞൊരു കൃതിക്കാണ്. ഒരുപക്ഷെ നമ്മളോട് ചോദിക്കാൻ അവതാരണം എന്ന് പറയുന്ന ഒരു കൃതി ആര് എഴുതി എന്ന് ചോദിക്കുകയാണെങ്കിൽ MK സാനുവാണ്. പ്രത്യേകതയുണ്ട്. കാര്യം അദ്ദേഹത്തിന് 2024 കേരള പുരസ്കാരങ്ങളിൽ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ച ഒരു വ്യക്തിയും കൂടിയാണ് MK സാനു എന്ന് പറഞ്ഞൊരു വ്യക്തി. അദ്ദേഹത്തിന് വയലാർ പുരസ്കാരം 1992 വയലാർ പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ്. കൃതി ചോദിക്കുകയാണെങ്കിൽ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാഷണം എന്ന് പറയുന്ന കൃതിയാണ്. PSC നമ്മളോട് ചോദിച്ചിട്ടില്ലേ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാഷണം എന്ന് പറയുന്ന കൃതി രചിച്ച വ്യക്തി ആര് എന്ന് ചോദിച്ചു. അത് MK സാനുവാണ്. കഴിഞ്ഞില്ല, അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം 2011 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച വ്യക്തി MK സാനുവാണ്. അദ്ദേഹത്തിന് ഏത് കൃതിക്കാണ്? മലയാളിയാണ്. MK സാനുവാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ഏത് കൃതിക്ക് എന്ന് ചോദിക്കുകയാണെങ്കിൽ ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന് പറയുന്ന കൃതിയാണ്. ആ PSC നമ്മൾ ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന് പറയുന്ന കൃതി ആരുടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. PSC നമ്മളോട് ചോദിച്ചതാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹവാചനം എന്ന കൃതി രചിച്ച വ്യക്തി. ഇതെല്ലാം MK സാനുവിനാണ്. പോരാഞ്ഞിട്ട് 2024 അദ്ദേഹത്തിന് കേരള ജ്യോതി പുരസ്കാരവും MK സാനുവിന് ലഭിച്ചിരിക്കുന്നു. MK സാനുവിന് എഴുത്തച്ഛൻ പുരസ്കാരം 2013 ലഭിച്ച വ്യക്തിയും കൂടിയാണ് അല്ലെ. എഴുത്തച്ഛൻ പുരസ്കാരം നമുക്കറിയാം മലയാള ഭാഷാ സാഹിത്യത്തിലെ മികച്ച സംഭാവനകൾക്ക് കേരള സർക്കാർ നൽകുന്ന ഒരു പുരസ്കാരം കൂടിയാണ്. എഴുത്തച്ഛൻ പുരസ്കാരം 93 നൽകി തുടങ്ങുന്നു. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നൽകിയായിരുന്നില്ലേ? 2024 എഴുത്തച്ഛൻ പുരസ്കാരം ഒന്ന് കമന്റ് ചെയ്തേക്കുക. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്ക് ലഭിച്ചു എന്നുള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തെ കമന്റ് കണ്ടായിരുന്നു അല്ലെ. സൗദി വെള്ളക്ക എന്ന് പറയുന്ന ഒരു സിനിമയിൽ ബോംബെ ജയസർക്ക് ആയിരുന്നു മികച്ച ഗായിക നമ്മൾ ചോദിച്ചായിരുന്നു അല്ലെ. ഓക്കെ, അപ്പൊ കേരള പുരസ്കാരങ്ങൾ 2024 നമ്മൾ കേരള ജ്യോതി പുരസ്കാരം പഠിച്ചിരിക്കുന്നു. ആർക്ക് ലഭിച്ചിരിക്കുന്നു? MK സാനുവിനാണ്. ഓർത്ത് വെച്ചോളുക. ഇനി നമ്മൾ പോകേണ്ടത് കേരള പ്രഭാ പുരസ്കാരമാണ്. കേരള പ്രഭാ പുരസ്കാരം ഈ പ്രാവശ്യം 2 വ്യക്തികൾക്കാണ് നൽകിയിരിക്കുന്നത് അല്ലെ. കേരള പ്രഭാ പുരസ്കാരം ഇപ്രാവശ്യം 2 വ്യക്തികൾക്കാണ് നൽകിയിരിക്കുന്നു. കേരള പ്രഭാ പുരസ്കാരം 2 വ്യക്തികൾക്കാണ്. അതിൽ നിന്ന് S സോമനാഥാണ്. ISROയുടെ നിലവിലെ ചെയർമാനാണ്. ISRO ചെയർമാൻ ആകുന്ന 5ാമത്തെ മലയാളിയും 10ാമത്തെ വ്യക്തിയുമാണ് അദ്ദേഹം അല്ലെ. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് അഭിമാനിക്കാം. 2023 അല്ലെ S സോമനാഥുമായി ബന്ധപ്പെട്ടും 2024 ഇദ്ദേഹവുമായി റിലേറ്റ് ചെയ്യപ്പെട്ടും ഒരുപാട് കാര്യങ്ങൾ നടന്നിരിക്കുകയാണ്. പ്രധാനമായിട്ടും നമ്മൾ ചന്ദ്രയാൻ 3 എടുക്കാം അല്ലെ. 2023 ജൂലൈ മാസം 14-ാം തീയതി ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുന്ന സമയത്ത് ISRO ചെയർമാൻ ആയിരുന്നു. പോരാഞ്ഞിട്ട് നമ്മൾ സൗത്ത് പോളിലാണ് ലാൻഡ് ചെയ്യിക്കുന്നത്. 2023 തന്നെയാണ്. ഓഗസ്റ്റ് മാസം 23-ാം തീയതി നമ്മൾ സൗത്ത് പോളിൽ ലാൻഡ് ചെയ്യിക്കുന്നു. ചന്ദ്രയാൻ 3 സൗത്ത് പോളിൽ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ISROയുടെ ചെയർമാൻ S സോമനാഥാണ്. മലയാളിയാണ്. ISRO ചെയർമാൻ ആകുന്ന 5ാമത്തെ മലയാളിയും കൂടിയാണ്. 10ാമത്തെ വ്യക്തിയും കൂടിയാണ് S സോമനാഥ് എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ ആത്മകഥ അല്ലെ പിൻവലിച്ചു. നിലാവ് കുടിച്ച സിംഹങ്ങൾ എന്ന് പറയുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മകഥ എന്ന് പറയുന്നു.
പിന്നെ ഓർത്തിരിക്കേണ്ടത് 2023 സെപ്റ്റംബർ മാസം 2-ാം തീയതി നമ്മൾ ആദിത്യ L1 വിക്ഷേപിച്ചതായിരുന്നു. ആദിത്യ L1 അല്ലെ, സൂര്യനിലെ ബാഹ്യവലയങ്ങളും മറ്റു കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് നമ്മൾ ആദിത്യ L1 വിക്ഷേപിക്കുന്നു. അത് L1 പോയിന്റിൽ, ലാഗ്രാഞ്ച് പോയിന്റിൽ എത്തുന്നത് 2024 ജാനുവരി മാസം 1-ാം തീയതിയാണ് എത്തുന്നത്. ആ സമയത്തെല്ലാം ISROയുടെ ചെയർമാൻ എസ് സോമനാഥ് ആണ്. 2024 കേരള സർക്കാർ കേരള പ്രഭാ പുരസ്കാരം നൽകിയ വ്യക്തി, ആദരിച്ച ഒരു വ്യക്തി എസ് സോമനാഥ് ആണ്. ISRO ചെയർമാൻ കൂടിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഭുവനേശ്വരിയാണ്. ഭുവനേശ്വരി എന്ന് പറയുന്നു. ഏത് മേഖലയിൽ മികവ് തെളിയിച്ച വ്യക്തി എന്ന് ചോദിക്കുകയാണെങ്കിൽ കൃഷിയാണ്. ഭുവനേശ്വരി എന്ന് പറഞ്ഞൊരു വ്യക്തി ഏത് മേഖലയിൽ മികവ് തെളിയിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ കൃഷി എന്ന് പറഞ്ഞൊരു മേഖലയിൽ മികവ് തെളിയിച്ച വ്യക്തിയാണ് ഭുവനേശ്വരി എന്ന് പറഞ്ഞൊരു വ്യക്തി. സ്വാഭാവികമായിട്ടും വെറുതെ കൊടുക്കത്തില്ല അല്ലേ? എന്ത് നോക്കിക്കോടോ, ഇലപ്പുള്ളിയിലെ മാരുതി ഗാർഡൻസിലെ 24 ഏക്കർ ഭൂമിയിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ വിപുലമായിട്ടുള്ള ജൈവ കൃഷി നടത്തുന്ന ഒരു കർഷകയും കൂടിയാണ് ഭുവനേശ്വരി എന്ന് പറയുന്നു. നമ്മൾ ചിന്തിക്കും സ്വാഭാവികമായിട്ട് 24 50 ഏക്കറിലും പലരും വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ പ്രത്യേകത തരിശു ഭൂമിയിലായിരുന്നു ഭുവനേശ്വരി ഈ നേട്ടം കൈവരിച്ചു എന്നുള്ളതാണ്. ആ തരിശു ഭൂമിയിൽ അല്ലെ 24 ഏക്കർ ഭൂമി വാണിജ്യ അടിസ്ഥാനത്തിൽ വിപുലമായിട്ടുള്ള രീതിയിൽ ജൈവ കൃഷി നടത്തുന്ന ഒരു കർഷകയും കൂടിയാണ് ഭുവനേശ്വരി. അവർക്ക് 2024 കേരള പ്രഭാ പുരസ്കാരമാണ് നൽകിയിരിക്കുന്നത് അല്ലെ. കേരള പ്രഭാ പുരസ്കാരം ഭുവനേശ്വരി ഒപ്പം ലഭിച്ച വ്യക്തി എസ് സോമനാഥാണ്. ഭുവനേശ്വരി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? കാർഷിക മേഖലയാണ്. ഓർത്തു വെച്ചുകൊടുക്കുക. 3 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. കേരള ജ്യോതി പുരസ്കാരം MK സാനുവിനും കേരള പ്രഭാ പുരസ്കാരം 2 വ്യക്തികൾക്ക് നമ്മൾ കൊടുക്കുന്നു. ഒന്ന് ISRO ചെയർമാൻ ആയിരിക്കുന്ന എസ് സോമനാഥിനും മറ്റൊന്ന് കർഷകയും കൂടിയായിരിക്കുന്ന ഭുവനേശ്വരിക്കുമാണ്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പുരസ്കാരം എന്ന് പറയുന്നത് കേരള ശ്രീ പുരസ്കാരമാണ്. കേരള ശ്രീ പുരസ്കാരം 2024 പ്രഖ്യാപിച്ച കേരള ശ്രീ പുരസ്കാരം 2024 പ്രഖ്യാപിച്ചിരിക്കുന്ന കേരള ശ്രീ പുരസ്കാരം 6 വ്യക്തികൾക്കാണ് ലഭിച്ചിരിക്കുന്നത്. 6 വ്യക്തികൾ. കേരള ശ്രീ പുരസ്കാരം ഒന്ന് കലാമണ്ഡലം വിമല മേനോനാണ്. സ്വാഭാവികമായിട്ടും കലാമണ്ഡലം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കും കലാമേഖലയുമായി പ്രശസ്തിയുള്ള ഒരു വ്യക്തിയും കൂടിയാണ് കലാമണ്ഡലം വിമല മേനോൻ. 50 വർഷമായി തുടർച്ചയായിട്ട് 50 വർഷമായിട്ട് മോഹിനിയാട്ടം പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ കൂടിയാണ് കലാമണ്ഡലം വിമല മേനോൻ. പോരാഞ്ഞിട്ട് തിരുവനന്തപുരത്തെ കേരള നാട്യ അക്കാദമിയുടെ സ്ഥാപകയും കൂടിയാണ് കലാമണ്ഡലം വിമല മേനോൻ. അവ 2024 കേരള ശ്രീ പുരസ്കാരം ലഭിച്ച കലാമണ്ഡലം ഓപ്ഷനിൽ കാണൂല. വിമല മേനോൻ ഏത് മേഖലയിൽ പ്രശസ്തി എന്ന് ചോദിക്കുകയാണെങ്കിൽ മോഹിനിയാട്ടമാണ് അല്ലെങ്കിൽ കലയാണ് ഓപ്ഷനിൽ തരും. കേരള ശ്രീ പുരസ്കാരം ലഭിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഡോക്ടർ TK ജയകുമാർ. TK ജയകുമാർ മേഖല ആരോഗ്യമാണ്, കാർഡിയോളജിസ്റ്റ് ആണ്. നോക്കൂ, കോട്ടയം മെഡിക്കൽ കോളേജിലെ കാർഡിയോ വിഭാഗം സർജനും അദ്ദേഹം പ്രൊഫസറും മെഡിക്കൽ സൂപ്രണ്ടും കൂടിയാണ് TK ജയകുമാർ എന്ന് പറഞ്ഞൊരു വ്യക്തി. അപ്പൊ കേരള ശ്രീ പുരസ്കാരമാണ് 6 പേർക്ക് ലഭിച്ചു എന്ന് പറഞ്ഞു. നമ്മളിവിടെ 2 പേര് പഠിച്ചിരിക്കുകയാണ്. ഒന്ന് കലാമണ്ഡലം വിമല മേനോൻ മോഹിനിയാട്ടമാണ്. ഒപ്പം തിരുവനന്തപുരത്ത് കേരള നാട്യ അക്കാദമിയുടെ സ്ഥാപകയും കൂടിയാണ് കലാമണ്ഡലം വിമല മേനോൻ. മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തി TK ജയകുമാർ ആണ്. TK ജയകുമാർ കോട്ടയം മെഡിക്കൽ കോളേജിലെ കാർഡിയോ വിഭാഗം സർജനും പ്രൊഫസറും സൂപ്രണ്ടും കൂടിയാണ്. ഇനി 4 പേരെ കൂടി നമ്മൾ പഠിച്ചു വെക്കുക. അതിലൊന്ന് നാരായണ ഭട്ടതിരി. ഒരുപക്ഷെ നമ്മളൊക്കെ ഇപ്പോ നാരായണ ഭട്ടതിരിക്ക് കേരള പുരസ്കാരം 2024 കേരള ശ്രീ പുരസ്കാരം കൊടുത്തപ്പോൾ നമ്മൾ അറിഞ്ഞൊരു ഒരു വാക്കും കൂടിയാണ് കലിഗ്രഫി എന്ന് പറഞ്ഞൊരു വാക്ക് അല്ലെ. കലിഗ്രഫി. നാരായണ ഭട്ടതിരി കലിഗ്രഫി അല്ലെ, ചിത്രവർണ്ണ ചാരുതയോടെ അക്ഷരങ്ങൾ അണിനിരത്തുന്ന ഒരു കലാസൃഷ്ടിയാണ് കലിഗ്രഫി. നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ കാണാൻ പറ്റും അല്ലെ. ശ്രീപൂജ എന്നെഴുതിയിരിക്കുന്നു, ശ്രീ എന്നെഴുതിയിരിക്കുന്നു, പുലരി എന്നെഴുതിയിരിക്കുന്നു. ഇതെല്ലാം ചിത്രവർണ്ണ ചാരുതയുടെ അക്ഷരങ്ങൾ അണിനിരത്തുന്ന ഒരു കലാസൃഷ്ടിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് കലിഗ്രഫി എന്ന് പറയുന്നത്. ആ കലിഗ്രഫിയിൽ 2024 കേരള പുരസ്കാരങ്ങളിൽ കേരള ശ്രീ പുരസ്കാരം നാരായണ ഭട്ടതിരിക്ക് ലഭിച്ചിരിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ മിക്കവാറും ഈ സാഹിത്യകാരന്മാരുടെ പേജ്, ഫ്രണ്ട് പേജിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ MD വാസുദേവൻ നായരുടെ 2-ാം ഊഴം അത് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ? അത് ചിത്രവർണ്ണ ചാരുതയാണ് അക്ഷരങ്ങൾ എഴുതിയിരിക്കുന്നത്. 2-ാം ഊഴം.
അപ്പൊ കലിഗ്രഫി നാരായണ ഭട്ടതിരിയാണ്. ഒന്ന് ഓർത്തു വെച്ചുകൊള്ളുക. മറ്റൊന്ന് സഞ്ജു വിശ്വനാഥ് സാംസൺ എന്നറിയപ്പെടുന്ന നമ്മുടെ മലയാളികളുടെ സഞ്ജു സാംസൺ അല്ലെ. കായികമാണ്, ക്രിക്കറ്റ് ആണ് എന്ന് നമുക്കറിയാം അല്ലെ. ക്രിക്കറ്റ് ആണ്. തിരുവനന്തപുരം ജില്ലാ സ്വദേശിയാണ് സഞ്ജു സാംസൺ എന്നും നമുക്കറിയാം. ക്രിക്കറ്റ് ആണ് അല്ലെ. ഒരു കലണ്ടർ ഇയറിൽ അന്താരാഷ്ട്ര T20യിൽ 3 സെഞ്ചുറികൾ നേടിയ താരം കൂടിയാണ് സഞ്ജു സാംസൺ. അന്താരാഷ്ട്ര T20യിൽ 3 സെഞ്ചുറികൾ നേടുകയാണ്. അന്താരാഷ്ട്ര T20യിലാണ്, IPL അല്ല. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ 3 സെഞ്ചുറികൾ നേടുന്ന, ഒരു കലണ്ടർ ഇയറിൽ 3 സെഞ്ചുറികൾ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം കൂടിയാണ് സഞ്ജു സാംസൺ. ആദ്യ ഇന്ത്യൻ താരം കൂടിയാണ്, ആദ്യ മലയാളിയും കൂടിയാണ്. ചോദിക്കും, സഞ്ജു സാംസൺ T20യിൽ ആദ്യ സെഞ്ചുറി നേടുന്നത് ഏത് രാജ്യത്തിനെതിരെ എന്നൊരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഓപ്ഷൻ എയിൽ സൗത്ത് ആഫ്രിക്ക തരും. അല്ല, ബംഗ്ലാദേശിനെതിരെയായിരുന്നു. ഓർത്ത് വെച്ചുകൊള്ളുക, ബംഗ്ലാദേശിനെതിരെയായിരുന്നു. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ 2 സെഞ്ചുറികൾ ഒരു ടൂർണമെന്റിൽ നേടി. അത് പക്ഷേ തുടർച്ചയായിട്ടല്ല. ബംഗ്ലാദേശിനെതിരെ നേടി, അടുത്ത കളിയിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ നേടി. അങ്ങനെ തുടർച്ചയായിട്ട് 2 സെഞ്ചുറികൾ കിട്ടിയതാണ്. ഓക്കെ. പിന്നെ 2 സെഞ്ചുറി അടിച്ചത് അദ്ദേഹം സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയായിരുന്നു. ബംഗ്ലാദേശിനെതിരെ 1 സെഞ്ചുറി, പിന്നെ അടുത്ത സെഞ്ചുറി സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ. പിന്നെ 2 കളിയുടെ കാര്യം ഞാൻ പറയുന്നില്ലല്ലോ, ആ കളി നമ്മൾ കണ്ടവർക്കറിയാം. പുള്ളി അധികം സ്കോറൊന്നും ചെയ്യാതെ പോയി, പിന്നെ 1 സെഞ്ചുറി നേടി. അങ്ങനെ 3 സെഞ്ചുറികൾ നേടുകയാണ്. നമ്മളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, സഞ്ജു സാംസൺ അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ ആദ്യ സെഞ്ചുറി നേടുന്ന ഏത് രാജ്യത്തിനെതിരെ എന്ന് ചോദിക്കണമെങ്കിൽ ബംഗ്ലാദേശിനെതിരെയാണ്. മാറിപ്പോകരുത്. ഓക്കെ. അപ്പൊ സഞ്ജു സാംസണായി, നാരായണ ഭട്ടതിരിയായി, TK ജയകുമാറായി, കലാമണ്ഡലം വിമല മേനോനായി. ഇനിയുള്ള 2 വ്യക്തികളൊന്ന് ഓർത്ത് വെച്ചോളുക. ഷൈജ ബേബി അല്ലെ. സാമൂഹ്യ സേവനം ആശാ വർക്കറും കൂടിയാണ് ഷൈജ ബേബി. ഒരു ആശാ വർക്കർക്ക് നമ്മളിപ്പോ കേരള പുരസ്കാരങ്ങളിൽ കേരളശ്രീ പുരസ്കാരം കൊടുത്തു. ഒരു ആശാ വർക്കർക്ക് എന്ത് എന്നൊരു തോന്നലുണ്ടായിരിക്കണം അല്ലെ. സോ അവരുടെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ജസ്റ്റ് നോക്കാം. കാര്യം, നമ്മൾ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത് 2024 ജൂലൈ മാസം 30-ാം തീയതിയാണ് അല്ലെ. 30, 31 നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മൾ ഓർത്തിരിക്കാൻ 2024 ജൂലൈ മാസമാണ്. പ്രഭവ കേന്ദ്രങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്രഭവ കേന്ദ്രം ചോദിക്കുകയാണെങ്കിൽ വെള്ളാർമലയും പുഞ്ചിരിമറ്റായിരുന്നു പ്രഭവ കേന്ദ്രം. ഉരുൾപൊട്ടൽ ബാധിച്ച മേഖലകളായിരുന്നു മുണ്ടക്കൈ, കുഞ്ഞോ, മട്ടൽമല, ചൂരമല പ്രദേശങ്ങളെല്ലാം അല്ലെ. ആ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്ന വയനാട്ടിലെ ചൂരൽമലയിലെ രക്ഷാപ്രവർത്തനത്തിൽ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് ഷൈജ ബേബി നടത്തിയത്. 9 ബന്ധുക്കളെ ഉരുൾപൊട്ടലിൽ നഷ്ടമായ ഷൈജ ബേബി മണ്ണിൽ പുതഞ്ഞ് 100ഓളം പേരെ തിരിച്ചറിഞ്ഞു എന്നുള്ളതും മറ്റൊരു കാര്യമാണ് അല്ലെ. മാതൃകാപരമായിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ്. ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാതെ ഇരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ. ഓക്കെ. ഷൈജ ബേബി സാമൂഹ്യ സേവനമാണ്, ആശാ വർക്കറാണ്. കേരളശ്രീ പുരസ്കാരം 2024 ലഭിച്ച ആശാ വർക്കറാണ് ഷൈജ ബേബി. ഓർത്തു വെച്ചുകൊള്ളുക. അതോടൊപ്പം നമ്മൾ ഉരുൾപൊട്ടൽ ഓർത്തിരിക്കേണ്ടത് 2024 ജൂലൈ മാസം 16-ാം തീയതി അല്ലെ. 2024 ജൂലൈ മാസം 16-ാം തീയതി നമ്മൾ കേട്ട ഷിരൂരിലെ മണ്ണിടിച്ചിലാണ് അല്ലെ. ഷിരൂർ മണ്ണിടിച്ചിലാണ് കർണാടകയിലെ ഷിരൂർ അല്ലെ, ഗംഗാമാലിപ്പുഴയുടെ തീരത്ത്. കേരള ശ്രീ പുരസ്കാരത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് VK മാത്യൂസ് എന്നറിയപ്പെടുന്ന വ്യക്തി. VK മാത്യൂസ് ഏതാണ്? സോ VK വാണിജ്യം വ്യവസായം. ടെക്നോമാർക്കിലെ IBS സോഫ്റ്റ്വെയർ സ്ഥാപകൻ കൂടിയാണ് VK മാത്യൂസ് എന്നറിയപ്പെടുന്നു. VK മാത്യൂസ് വാണിജ്യം വ്യവസായം. ഷൈജ ബേബി സാമൂഹ്യ സേവനം ആശാ വർക്കറാണ്. സഞ്ജു സാംസൺ നമുക്കറിയാം കായികം ക്രിക്കറ്ററാണ്. നാരായണ ഭട്ടതിരി കലിഗ്രഫിയാണ്. വിമല മേനോൻ കലാമേഖലയിലാണ്. TK ജയകുമാർ ആരോഗ്യ മേഖലയിലാണ്. 6 പേർക്ക് കൊടുത്തിരിക്കുന്നു. ഒരുപക്ഷെ PSC വേണമെങ്കിൽ നമ്മളിവിടെ വ്യക്തികളെ തന്നിട്ട് മേഖല ചോദിക്കാം അല്ലെ. PSC അങ്ങനെ ഒരു AB അല്ലെങ്കിൽ 1A ഇങ്ങനെയൊക്കെ നമ്മളോട് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. മേഖലകൾ ഓർത്ത് വെച്ചോളുക, നമ്മളോട് ചോദിക്കാവുന്നതാണ്. ക്ലിയർ. 2024 കേരള പുരസ്കാരങ്ങളാണ്. കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് MK സാനുവിനും കേരള പ്രഭ പുരസ്കാരം 2 വ്യക്തികൾക്ക് ലഭിച്ചിരിക്കുന്നു. ISRO ചെയർമാനായിരിക്കുന്ന S സോമനാഥിനും മറ്റൊന്ന് ഭുവനേശ്വരിക്കുമാണ്. കാർഷിക മേഖലയാണ്. ക്ലിയർ ആണ്. ശേഷം നമ്മൾ പ്രവേശിക്കുന്നു നമ്മുടെ 45ാമത് ചെസ് ഒളിമ്പിയാഡാണ്. മാറരുത്, 45ാമത് ചെസ് ഒളിമ്പിയാഡ്. 45ാമത് ചെസ് ഒളിമ്പിയാഡ്. 45ാമത് ചെസ് ഒളിമ്പിയാഡ് കഴിഞ്ഞായിരുന്നു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചെസ് ചാമ്പ്യൻഷിപ്പ് ആണ്. രണ്ടും മാറരുത്.
45ാമത് ചെസ് ഒളിമ്പിയാഡിന്റെ വേദി എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ 45ാമത് ചെസ് ഒളിമ്പിയാഡിന്റെ വേദി എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഹംഗറിയിലെ ബുഡാപെസ്റ്റിലായിരുന്നു നടന്നത്. ഹംഗറിയിലെ ബുഡാപെസ്റ്റിലാണ് ചെസ് ഒളിമ്പിയാഡ് നടന്നത്. ഹംഗറിയിലെ ബുഡാപെസ്റ്റിലായിരുന്നു ചെസ് ഒളിമ്പിയാഡ്. 2024 സെപ്റ്റംബർ 10 മുതൽ 2024 സെപ്റ്റംബർ 23 വരെ ആ ചെസ് ഒളിമ്പിയാഡ് അങ്ങ് കഴിഞ്ഞു. ചെസ് ഒളിമ്പിയാഡ് കഴിഞ്ഞായിരുന്നു. എന്ന് കഴിഞ്ഞായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ 2024 സെപ്റ്റംബർ 10 മുതൽ 2024 സെപ്റ്റംബർ 23 വരെ ചെസ് ഒളിമ്പിയാഡ് കഴിഞ്ഞു. ഒളിമ്പിയാഡായിരുന്നു. 45ാമത് ചെസ് ഒളിമ്പിയാഡിന്റെ വേദി ചോദിക്കുകയാണെങ്കിൽ ഹംഗറിയിൽ ബുഡാപെസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞായിരുന്നു. ദാ നോക്കിക്കോ, ചെസ് ഒളിമ്പിയാഡിൽ ഓപ്പൺ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും സ്വർണം നേടിയ രാജ്യം ഇന്ത്യയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഓപ്പൺ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും നമ്മൾ സ്വർണം നേടിയത് കൊണ്ട് PSC ചോദിക്കും, യാതൊരു സംശയവും വേണ്ട. ഇന്ത്യ സ്വർണം നേടിയിരിക്കുകയാണ്. ഓപ്പൺ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും ഇന്ത്യ സ്വർണം നേടിയിരിക്കുകയാണ്. അങ്ങനെ ഇന്ത്യയുടെ വ്യക്തിഗത ചാമ്പ്യന്മാർ ആരൊക്കെ എന്നാണ്, സ്വർണം നേടിയതിൽ വ്യക്തിഗത ചാമ്പ്യന്മാർ ആരൊക്കെ എന്നുള്ളതാണ് ഒന്ന് കൊടുത്തിരിക്കുന്നത്. ഒന്ന് വായിക്കുക. ഒന്ന് ഡി ഗുഗേഷ്, അല്ലെ ഗുഗേഷ് ദുമ്മരാജു എന്നറിയപ്പെടുന്ന വ്യക്തി ഡി ഗുഗേഷ്. അർജുൻ എറിഗേസി. വനിതകളിൽ ദിവ്യ ദേശ്മുഖ്, PSC ചോദിച്ചതാണ് ദിവ്യ ദേശ്മുഖ്. വന്ദിക അഗർവാൾ. ഇവരെല്ലാം വ്യക്തിഗത ചാമ്പ്യന്മാരായിരുന്നതാണ്. വ്യക്തിഗത ചാമ്പ്യന്മാർ. അപ്പോ ഓപ്പൺ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും സ്വർണം നേടിയ രാജ്യം ഇന്ത്യയാണ്. അപ്പൊ സ്വർണം നേടുന്നു, ഇന്ത്യ സ്വർണം നേടുന്നു. ആ ഓപ്പൺ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും പങ്കെടുത്ത ഇന്ത്യക്കാരെ ഞാൻ ഒന്ന് പറഞ്ഞിട്ട് പോകുന്നു. താഴെ തന്നിരിക്കുന്നവരിൽ ഇവർ ഏത് കായികവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു ചോദ്യം നമ്മൾ പ്രതീക്ഷിച്ചു കൊള്ളുക. അങ്ങനെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ഡി ഗുഗേഷ് ചെസ് കായിക താരങ്ങളാണ്. അർജുൻ എറിഗേസി, ആർ പ്രഗ്യാനന്ദ, വിദിത് ഗുജറാത്തി, പി ഹരികൃഷ്ണ. ഓർത്ത് വെച്ചോളുക. കാണാൻ പറ്റുന്നല്ലോ അല്ലേ? ഫോട്ടോ നമുക്ക് കാണാൻ പറ്റും. വിദിത് ഗുജറാത്തി, അർജുൻ എറിഗേസി, ആർ പ്രഗ്യാനന്ദ, പി ഹരികൃഷ്ണ, ഡി ഗുഗേഷ്. ഇവരെല്ലാം ചെസ് കായിക താരങ്ങളാണ്. പുരുഷന്മാരെ പോലെ നമുക്ക് വനിതാ വിഭാഗത്തിൽ അറിഞ്ഞിരിക്കുക. ഡി ഹരിക, ആർ വൈശാലി. ആർ പ്രഗ്യാനന്ദയുടെ സഹോദരിയാണ് ആർ വൈശാലി. അർജുന അവാർഡ് നേടുന്ന സഹോദരങ്ങളാണ് ആർ വൈശാലിയും ആർ പ്രഗ്യാനന്ദയും. ദിവ്യ ദേശ്മുഖ്, വന്ദിക അഗർവാൾ, താനിയ സച്ദേവ്. നമ്മളോട് ഇവരുടെ എല്ലാം പേര് തന്നിട്ട് ഏത് കായികം എന്ന് ചോദിക്കും. ഡി ഹരിക ചെസ്സാണ്. ആർ വൈശാലി, ദിവ്യ ദേശ്മുഖ്, വന്ദിക അഗർവാൾ, താനിയ സച്ദേവ്. അപ്പൊ ഓപ്പൺ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും സ്വർണം നേടിയ ടീം ഇന്ത്യയാണ്. ഇന്ത്യ പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും ഒന്നാം സ്ഥാനം. അപ്പൊ സ്വർണം നേടിയത് ഇന്ത്യയാണ്. ചെസ് ഒളിമ്പിയാഡാണ്. വെള്ളി നേടിയത് പുരുഷ വിഭാഗത്തിൽ അമേരിക്കയാണ്. വെങ്കലം നേടിയിരിക്കുന്നു ഉസ്ബെക്കിസ്ഥാനാണ്. വെങ്കലം നേടിയിരിക്കുന്നത് ഉസ്ബെക്കിസ്ഥാനാണ്. വെങ്കലം നേടിയിരിക്കുന്നു. അപ്പൊ പുരുഷ വിഭാഗത്തിൽ സ്വർണം ഇന്ത്യ, വെള്ളി അമേരിക്ക, വെങ്കലം ഉസ്ബെക്കിസ്ഥാൻ. വനിതാ വിഭാഗത്തിൽ സ്വർണം ഇന്ത്യക്ക് തന്നെ, എന്നാൽ വെള്ളി കസാക്കിസ്ഥാനും വെങ്കലം അമേരിക്കയ്ക്കുമാണ്. ഓർത്തു വെച്ചോളുക. ഇനി അറിഞ്ഞിരിക്കുക 46ാമത് ചെസ് ഒളിമ്പ്യാഡിന്റെ വേദി താഷ്കന്റ് ആണ്. 2026. 2026 46ാമത് ചെസ് ഒളിമ്പ്യാഡിന്റെ വേദി താഷ്കന്റ് ആണ്. താഷ്കന്റിലാണ് വേദി. 44ാമത് നടന്നത് നമ്മുടെ ചെന്നൈയിലാണ്. 44ാമത് ചെസ് ഒളിമ്പ്യാഡ് നടന്നത് ചെന്നൈയിലെ മഹാബലിപുരമായിരുന്നു, അല്ലെ? മഹാബലിപുരം. ഓർത്തു വെച്ചത്. 45 കഴിഞ്ഞായിരുന്നു. അത് ഹംഗറി ബുഡാപെസ്റ്റ്. ക്ലിയർ. ഇത് ചെസ് ഒളിമ്പ്യാഡാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ലോക ചെസ് ചാമ്പ്യൻഷിപ്പാണ്. 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഓർത്ത് വെച്ചോളുക, അത് സിംഗപ്പൂരിലാണ്. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി സിംഗപ്പൂരിലാണ്. അത് 2024 നവംബർ മാസം 25 മുതൽ ഡിസംബർ മാസം 13 വരെ എന്ത് ചെയ്യുന്നുണ്ട്? നടക്കുന്നുണ്ട്, അല്ലെ? നമ്മളിപ്പോ ഈ ഇടയ്ക്ക് 4 ഗെയിംസ് കഴിഞ്ഞായിരുന്നു. അതില് ഡിങ് ലിറനും ഡി ഗുഗേഷും മത്സരിക്കുകയാണ്.
രണ്ടുപേരും സമനിലയിൽ എത്തിയിരിക്കുകയാണ് അല്ലെ. കഴിഞ്ഞ വർഷത്തെ ലോക ചെസ് ചാമ്പ്യനും കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റിൽ വിജയിക്കുന്ന വ്യക്തിയും, അങ്ങനെ നമ്മൾ കേട്ടായിരുന്നു അല്ലെ, മാഗ്നസ് കാൾസിനെ പരാജയപ്പെടുത്തി ഡി ഗുഗേഷ് വിജയിച്ചു. ആ വിജയിക്കുന്ന വ്യക്തിയും കൂടിയാണ് ചെസ് ചാമ്പ്യൻഷിപ്പിന് മത്സരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ലോക ചെസ് ചാമ്പ്യൻ ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഡിങ് ലിറൻ ആണ്. പുള്ളി ചൈനക്കാരനാണ്, ചൈന സ്വദേശിയാണ്. ഈ കാണുന്ന ചൈന സ്വദേശി. ഡി ഗുഗേഷിന് നമുക്കറിയാം ഇന്ത്യക്കാരൻ എന്നറിയാം അല്ലെ. ഡി ഗുഗേഷിന് കിട്ടട്ടെ എന്ന് തന്നെ നമുക്ക് പറയാം. കാര്യം അങ്ങനെയാണെങ്കിൽ BSc നമ്മളോട് ഒരു ചോദ്യം ഉണ്ടായിരിക്കും, 2024 ലോക ചെസ് ചാമ്പ്യൻ ആര് എന്നുള്ളത്. ഡി ഗുഗേഷ് ഇന്ത്യക്കാരനാണ്. അപ്പൊ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ആണ് പറഞ്ഞത്, നേരത്തെ പറഞ്ഞത് ചെസ് ഒളിമ്പ്യാഡ് ആണ്, മാറിപ്പോകരുത്. ഇനി 2023 എവിടെ നടന്നു? 2023 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയായിരുന്നു എന്ന് ചോദിക്കണമെങ്കിൽ അസ്താനയിലായിരുന്നു. കസാഖിസ്ഥാന്റെ അസ്താനയിലായിരുന്നു ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന് വേദിയായിരുന്നത്. കസാഖിസ്ഥാനിലെ അസ്താനയിലായിരുന്നു. ഈ പറഞ്ഞ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളിപ്പോ 2024 കേരള പുരസ്കാരങ്ങളാണ്. ഓർക്കുക, കേരള പുരസ്കാരങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും 9 വ്യക്തികൾക്ക് കൊടുത്തു എന്നുള്ളതായിരുന്നു. കേരള ജ്യോതി പുരസ്കാരം ആർക്ക് ലഭിച്ചു? MK സാനുവിന്. പിന്നെ കേരള പ്രഭ പുരസ്കാരം 2 വ്യക്തികൾക്ക് നമ്മൾ കൊടുത്തായിരുന്നു. S സോമനാഥിനും കൊടുത്തായിരുന്നു. പിന്നെ വനിതാ കൃഷിക്കാരിയായിരിക്കുന്ന ഭുവനേശ്വരിക്ക് കൊടുത്തായിരുന്നു. ശ്രീ പുരസ്കാരം നമ്മൾ 6 പേർക്ക് കൊടുത്തു. അങ്ങനെ 9 പേർക്ക് കൊടുത്തു. ഓർത്തു വെച്ചോളുക, ആ 9 പേര് ഓർത്തു കൊള്ളുക. കലാമണ്ഡലം വിമല മേനോന് കൊടുത്തായിരുന്നു. TK ജയകുമാറിന് കൊടുത്തായിരുന്നു. നാരായണ ഭട്ടതിരിക്ക് കൊടുത്തായിരുന്നു അല്ലെ. സഞ്ജു സാംസന് കൊടുത്തായിരുന്നു. ഷൈജ ബേബിക്ക് കൊടുത്തു. ഷൈജ ബേബി ആശാപ്രവർത്തക, ഉറപ്പായിട്ടും BSc ചോദിക്കും. പിന്നെ നമ്മൾ VK മാത്യൂസ് വ്യവസായം. ശേഷം ചെസ് ഒളിമ്പ്യാഡാണ് നമ്മൾ പറഞ്ഞത്. ഓപ്പൺ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും പുരുഷ വിഭാഗത്തിലും നമുക്കാണ് കിട്ടിയിരിക്കുന്നത്. ഇന്ത്യക്കാണ്, സ്വാഭാവികമായിട്ടും ചോദിക്കാവുന്നതാണ്. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നു. അത് സിംഗപ്പൂരിലാണ് വേദി. ഓർത്ത് വെച്ചോളുക, ഡിങ് ലിറൻ അതിന്റെ ഡി ഗുഗേഷ് ആണ് മത്സരിക്കുന്നത്. അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം ക്ലിയർ ആണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പൊ ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, വീണ്ടും കാണാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.